there, you are with Chinchu. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഓഡിറ്റിംഗ് ആണ്. ഓഡിറ്റിംഗിന്റെ ദ വെരി ഫസ്റ്റ് ക്ലാസ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഓഡിറ്റർ എന്താണ്? ഓഡിറ്റർ ആരാന്ന് പറയാം. ഓഡിറ്റർ എന്ന് പറയുമ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇൻ പ്രാക്ടീസ്, സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഉണ്ടായിരിക്കണം, ക്വാളിഫൈഡ് പ്രൊഫഷണൽ, ദാറ്റ് ടു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കണം, എന്നാലേ ഓഡിറ്റർ ആവാൻ പറ്റൂ. വിത്ത് ഇനഫ് ഇൻഫർമേഷൻ ആൻഡ് നോളജ്, ട്രെയിനിങ്, കോമ്പിറ്റൻസ് എല്ലാം തന്നെ വേണം. എന്നാലേ അയാളെ എന്ത് ആക്കാൻ പറ്റൂ, പിടിച്ചിട്ട് നമുക്ക് ഓഡിറ്റർ ആക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഓഡിറ്റർ എന്താ ചെയ്യുന്നത്? ഓഡിറ്റിംഗ് ആണ് ചെയ്യുന്നത്. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ വളരെ ക്രിട്ടിക്കലായിട്ട് ഡീറ്റെയിൽഡ് എക്സാമിൻ ചെയ്യുന്നതിനെയാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓരോ കാര്യങ്ങളും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ കാര്യം പറയുമ്പോൾ എന്തൊക്കെ വരാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ് വരാം, പിന്നെ ബാലൻസ് ഷീറ്റ് വരാം, പിന്നെ നോട്ട്സ് ടു അക്കൗണ്ട്സ്, അങ്ങനെ ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് വരാം. ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങളും ക്രോസ് ചെക്ക് ചെയ്ത്, അല്ലാതെ ഇൻഡെപ്ത് ആയിട്ട് ഫുൾ ചെക്ക് ചെയ്തിട്ട് ഫൈനലി ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യും. ഓഡിറ്റർ എന്ത് പറയും? ഓക്കെ ഫൈൻ, ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു, ഇൻ മൈ ഒപ്പീനിയൻ ഇറ്റ് ഈസ് ട്രൂ ആൻഡ് ഫെയർ. ഒന്നെങ്കിൽ ട്രൂ ആൻഡ് ഫെയർ ആണെന്ന് പറയും, അല്ലെങ്കിൽ ട്രൂ ആൻഡ് ഫെയർ അല്ലെന്ന് പറയും. ട്രൂ ആൻഡ് ഫെയർ ആണെന്ന് പറയുമ്പോൾ എന്താണ്? ഫ്രീ ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പം നമ്മൾ ചെയ്യുന്ന എന്താണ്? ഓഡിറ്റർ ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യും. ഇതാണ് ഓഡിറ്റിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഓഡിറ്റ് ചെയ്യുന്നത് ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ആകാം, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ആകാം, ലൈക്ക് ചാരിറ്റി പർപ്പസിന് വേണ്ടി റൺ ചെയ്യുന്ന, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രൊമോഷൻ ഓഫ് കൾച്ചർ, പ്രൊട്ടക്ഷൻ ഓഫ് എൻവയൺമെൻറ്റ്, അങ്ങനെ പല പർപ്പസിന് വേണ്ടി തുടങ്ങിയ നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിൻ്റെ ആകാം, പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ആകാം, അല്ലാതെ സ്മോൾ ഓർഗനൈസേഷൻ വളരെ സ്മോൾ എൻ്റർപ്രൈസസിൻ്റെ ആകാം, അല്ലെങ്കിൽ എന്താ പറയുക, വളരെ ഡീപ്പായിട്ട് ഇൻഡെപ്ത് ആയിട്ട് എൻലാർജ് ചെയ്തേക്കുന്ന ഓർഗനൈസേഷൻ്റെ ആകാം. അതുകൂടാതെ തന്നെ ഏത് ലീഗൽ ഫോമിലുള്ള ഓർഗനൈസേഷൻസ് വേണമെങ്കിലും ആകാം, ലൈക്ക് കമ്പനി ആകാം, പാർട്ട്ണർഷിപ്പ് ഫോംസ്, ഓർ AOP, BOI, എന്ത് വേണേ ആകാം. ഇതിൻ്റെ എല്ലാം കേസിൽ വരുന്നത് എന്താണ്? ഓഡിറ്റിംഗ് ആണ്. ഇനി ഓഡിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഗ്യാപ്പായിട്ട് കംപ്ലൈ ചെയ്യണം. ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഗ്യാപ്പ് കംപ്ലൈ ചെയ്യണം. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, പിന്നെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. നമ്മൾ അക്കൗണ്ടിങ്ങിൽ പഠിക്കത്തില്ല, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണെന്ന് പറഞ്ഞു. അതേപോലെ ഓഡിറ്റിംഗിന് നമ്മൾ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് പഠിക്കുന്നത്. അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് SAS സ്മോൾ ആണ്, സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ്. അത് കംപ്ലൈ ചെയ്യണം. കൂടാതെ അവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ആക്ട്, ലോ എല്ലാം തന്നെ കംപ്ലൈ ചെയ്തിട്ടും വേണം ഒരു ഓഡിറ്റർ എന്ത് ചെയ്യാൻ? ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ ഓഡിറ്റ് ചെയ്യാം. ഇനി ഓഡിറ്റിനെ സംബന്ധിച്ച് രണ്ട് മെയിൻ ഒബ്ജക്റ്റീവ് ആണുള്ളത്. ഒന്ന് പ്രൈമറി ഒബ്ജക്റ്റീവ്, ഒന്ന് സെക്കൻഡറി ഒബ്ജക്റ്റീവ്. പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ പ്രധാനമായിട്ട് എന്താണ്? മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ടു ഒബ്റ്റെയിൻ റീസണബിൾ അഷ്വറൻസ്. റീസണബിൾ ആയിട്ടുള്ള ഒരു അഷ്വറൻസ് മീൻസ് എന്താണ്? ഒരു ഉറപ്പ്. ഞാൻ പറയുന്ന ഒപ്പീനിയൻ ശരിയാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഫ്രണ്ടിൽ വെക്കാൻ പോകുന്ന എൻ്റെ ആ ഒപ്പീനിയൻ കറക്റ്റ് ആണെന്നുള്ള ആ ഒരു റീസണബിൾ അഷ്വറൻസ്. അബ്സല്യൂട്ട് അഷ്വറൻസ് അല്ല പറയുന്നത്, റീസണബിൾ അഷ്വറൻസ്. അബ്സല്യൂട്ട് അഷ്വറൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ പറയുന്നവരെ 100% ശരിയാണ്, ഇതിൻ്റെ ഒപ്പീനിയൻ കറക്റ്റ് ആണ്, അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം മനുഷ്യനെ തെറ്റുപറ്റും. കൂടാതെ എക്സാമിൻ ചെയ്യുമ്പോൾ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എത്ര ഡീറ്റെയിൽ ആയിട്ട് എക്സാമിൻ ചെയ്താൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സോ എന്തെങ്കിലുമൊക്കെ തെറ്റ് നമ്മുടെ കണ്ണിൽ കാണാതെ വിട്ടുപോകും. അങ്ങനെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആബ്സല്യൂട്ട് അഷ്വറൻസ് അല്ല ഡിമാൻഡ് ചെയ്യുന്നത്, റീസണബിൾ അഷ്വറൻസ് ആണ് ഡിമാൻഡ് ചെയ്യുന്നത്. റീസണബിൾ മീൻസ് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു മേജർ ലെവൽ ഓഫ് അഷ്വറൻസ്, ഒരു ഉറപ്പ് വേണം. എന്തിനെ പറ്റി? ദാറ്റ് ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ്. നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ഈ കമ്പനിയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫ്രീ ആണ്. എന്തിൽ നിന്ന്? മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ് മീൻസ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. മെറ്റീരിയൽ ആയിട്ടുള്ള മിസ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന് ഫ്രീ. ഇമ്മെറ്റീരിയൽ ആണെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല. ഇമ്മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ റെലവെന്റ് അല്ല, അത്രയ്ക്ക് വലിയ സിഗ്നിഫിക്കൻ്റ് ഒന്നുമല്ല, അതാണ് ഇമ്മെറ്റീരിയൽ. മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വിച്ച് ഹാസ് ആൻ ഇമ്പാക്ട് ഓവർ വൺസ് ഡിസിഷൻ. ഒരാളുടെ തീരുമാനത്തിനെ തന്നെ മാറ്റാൻ പറ്റുന്ന ആ ഒരു ഇമ്പാക്ട്, ആ ഒരു ഇൻഫ്ലുവൻസ് ഉള്ള കാര്യത്തിന് മെറ്റീരിയൽ എന്ന് പറയാം. വിച്ച് ഈസ് സൗണ്ട്, വിച്ച് ഈസ് സംതിങ് ഓഫ് വാല്യൂ, മെറ്റീരിയൽ. ഫോർ എക്സാമ്പിൾ ഒരു അക്കൗണ്ടന്റിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളും കമ്പനിയുടെ ഇങ്ങനെ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് ഒക്കെ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഒരു 5,000 എന്നുള്ള എമൗണ്ടിൽ 500 എഴുതി വെച്ചു. ഒരു നല്ലൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അത് ചെറിയൊരു തെറ്റാണ്. അതൊരു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയാനോ വലിയൊരു എററായിട്ട് പറയാനോ ഇല്ല. അതേ സമയത്ത് 5 കോടി എന്നുള്ള എമൗണ്ടിനെ 5,000 500 എല്ലാം എഴുതി കഴിഞ്ഞാൽ ദാറ്റ്സ് എ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഓർ മെറ്റീരിയൽ മിസ്റ്റേക്ക്. ഇറ്റ് ഹാസ് ടു ബി കൺസിഡേർഡ്, റൈറ്റ്? അത് ഇൻ ടേംസ് ഓഫ് ദ ഡിജിറ്റ് വലുത് ചെറുത് അത് മാത്രമല്ല, വേറെ ഒരുപാട് ആസ്പെക്ട് വെച്ചിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മെറ്റീരിയൽ ആണോ മെറ്റീരിയൽ അല്ലേ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ് ഡ്യൂ ടു എറേഴ്സ് ഓർ ഫ്രോഡ്. അത് എറേഴ്സ് കാരണം, എറേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ പറ്റുന്ന തെറ്റുകളാണ്. എറേഴ്സ് ഓർ ഫ്രോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന, ഇന്റൻഷനലി നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന തെറ്റുകളാണ് ഫ്രോഡ്സ്.
വേറേഴ്സ് ആയാലും ഫ്രോഡ്സ് കാരണമുള്ള മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന് ഫ്രീ ആണ് എന്ന് ഫൈനലി ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുക. അതാണ് പ്രൈമറി ഒബ്ജക്റ്റീവ്. ഫൈനലി ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? ഫുൾ ഇവാലുവേറ്റ് ചെയ്ത് ഓക്കെ ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും കുഴപ്പമില്ല, ഈ കമ്പനിയുടെ കേസിൽ ഇത് ട്രൂ ആൻഡ് ഫെയർ ആണ്. ട്രൂ ആൻഡ് ഫെയർ മീൻസ് എന്താണ്? അവിടെ വലിയ വലിയ തെറ്റുകളൊന്നുമില്ല, നമുക്ക് അംഗീകരിക്കാൻ പറ്റും, അത് ട്രൂ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്നുള്ള ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഒരു ഓഡിറ്ററിനെ സംബന്ധിച്ച് ഓഡിറ്റർ ഒപ്പീനിയൻ എവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്? ഓഡിറ്റർ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുന്ന ഓഡിറ്റ് റിപ്പോർട്ടിലാണ്. അത് ഫൈനലി കൈമാറുന്നത് കമ്പനിയുടെ ഓണറിനാണ്. ഓക്കെ, ദാറ്റ് ഈസ് എ പ്രൈമറി ഒബ്ജക്റ്റീവ്. സെക്കൻഡറി ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഈ എക്സാമിൻ ചെയ്ത് പോകുമ്പം എന്തെങ്കിലും എറേഴ്സും ഫ്രോഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ ആ എറേഴ്സിനെ ഫ്രോഡ്സിനെയൊക്കെ ഡിറ്റക്ട് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് എക്സാമിൻ ചെയ്യുന്നതാണ് സെക്കൻഡറി ഒബ്ജക്റ്റീവ് ഓഫ് ആൻ ഓഡിറ്റ്. ഓക്കെ, ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയേണ്ടത്. പിന്നെ പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റിംഗ് എന്താണ്? ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റ്മോർട്ടമാണ്. ഓൾറെഡി ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് നമ്മുടെ കമ്പനിയുടെ അക്കൗണ്ടന്റ് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യും. അക്കൗണ്ടിങ് എൻട്രീസ് വെച്ചിട്ട് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യും. ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് ഫൈനലി ഇയർ എൻഡിൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഓഡിറ്ററിന് കൈമാറും. എന്തിനു വേണ്ടി? ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി. ഓൾറെഡി നടന്ന കാര്യത്തിന് കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് എത്രത്തോളം തെറ്റുണ്ട് തെറ്റില്ല എന്നുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തുന്ന പോലെ കണ്ടുപിടിക്കുകയാണ്. അതാണ് ഓഡിറ്റർ മെയിനായിട്ട് ചെയ്യുന്നത്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ട് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലൂടെ കറക്റ്റ് ആയിട്ട് ഒരു കമ്പനിയെ സംബന്ധിച്ച് അതിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ അത് എവിടെയാണ് നിൽക്കുന്നത്, ഫൈനാൻഷ്യലി നല്ല സൗണ്ട് ആണോ അല്ലയോ എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് അത് റെപ്രസെന്റ് ചെയ്തിരിക്കണം. അതിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ, അതിന്റെ ഫൈനാൻഷ്യൽ പെർഫോമൻസ്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഓക്കെ ഈ കമ്പനി നല്ലൊരു ലെവലിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി എന്തിനാണ് ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കണ്ടിട്ടാണ് ഈ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടായോ എന്ന തീരുമാനം എടുക്കുന്നത്. അത് ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് ഒരിക്കലും നഷ്ടത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉടനെ അടച്ചു പൂട്ടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന ഒരു കമ്പനിയിൽ ഒരിക്കലും പോയി ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. ഇൻവെസ്റ്റ് എപ്പോഴും നോക്കുന്നത് എങ്ങനെയാണ്? ഈ കമ്പനി വളരാൻ പോകണം, ഓക്കെ ഇതിന് നല്ല ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും. ആ ഒറ്റ ഉദ്ദേശം കൊണ്ടാണ് ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നത്? ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ കറക്റ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഞാൻ എടുത്തെടുത്ത് പറഞ്ഞൊരു കാര്യം എന്താണ്? ട്രൂ ആൻഡ് ഫെയർ ആയിരിക്കണം. അതായത് ഫൈനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് കറക്റ്റ് ആയിട്ടാണ് കാണിച്ചേക്കുന്നത് എന്നുള്ള ഒരു ഒപ്പീനിയൻ ആണ് ട്രൂ ആൻഡ് ഫെയർ. ട്രൂ ആൻഡ് ഫെയർ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മേജർ ആയിട്ടുള്ള ഒരു അസറ്റ്സും അണ്ടർ വാല്യൂഡ് അല്ല. ഫോർ എക്സാമ്പിൾ 5 ലക്ഷത്തിന്റെ ഒരു അസറ്റിനെ നമ്മൾ 3 ലക്ഷത്തിന്റെ ആണ് കാണിച്ചിട്ടില്ല. അതെ, അങ്ങനെ അണ്ടർ വാല്യൂ ചെയ്യുന്നത് എന്തൊക്കെ കേസസിലാണ് മെയിനായിട്ട് അണ്ടർ വാല്യൂ ചെയ്യുന്നത്? നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കാണിച്ചാൽ പിന്നീട് ആ പ്രോഫിറ്റിന്റെ മേളിലല്ല നമ്മൾ പിന്നീട് ടാക്സ് അടയ്ക്കണം. അപ്പോൾ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ അസറ്റ്സിനെ അണ്ടർ വാല്യൂ ചെയ്യും. അങ്ങനെ പല ദുരുദ്ദേശങ്ങൾ കാണും അതിന്റെ പിന്നിൽ. ഓക്കെ, അപ്പോൾ ഒരു അസറ്റ്സിനെ നമ്മൾ അണ്ടർ വാല്യൂ ചെയ്തിട്ടില്ല, ഓവർ വാല്യൂ ചെയ്തിട്ടില്ല. നമ്മൾ ഫൈനാൻഷ്യലി ഭയങ്കര സൗണ്ടാണ്, കിഡിലും കമ്പനിയാണെന്ന് ഇൻവെസ്റ്റേഴ്സിനെ തെറ്റിദ്ധരിക്കാൻ വേണ്ടി 5 ലക്ഷത്തിന്റെ അസറ്റിനെ കയറി 5 കോടിയുടെ അസറ്റാണെന്നൊന്നും കാണിച്ചിട്ടുണ്ടാവാൻ പാടില്ല. അതാണ് ട്രൂ ആൻഡ് ഫെയറിനകത്ത് വരുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അസറ്റ് ഈസ് നെയ്തർ അണ്ടർ വാല്യൂഡ് നോർ ഓവർ വാല്യൂഡ്. ഓക്കെ, പിന്നെ ലൈബിലിറ്റിയുടെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ലൈബിലിറ്റീസ് എന്തെങ്കിലുമൊക്കെ, അതുകൂടാതെ എന്തെങ്കിലും ഡെറ്റ്, കടങ്ങൾ, ചുമതലകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അത് ഒമിറ്റ് ചെയ്യാൻ പാടില്ല. ഒമിറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? വിട്ടുപോകാൻ പാടില്ല. ഓക്കെ, അതുകൂടാതെ എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പെൻസ് ലൈക്ക് നോൺ റെക്കറിങ് എന്ന് വെച്ചാൽ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരാത്ത ടൈപ്പ് നോൺ റെക്കറിങ് ആയിട്ടുള്ള അൺയൂഷ്വൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ചിലവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. അതുകൂടാതെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയാലും ബാലൻസ് ഷീറ്റ് ആയാലും കമ്പനിയുടെ ഒക്കെ കേസിൽ ഷെഡ്യൂൾ 3 പാർട്ട് 1 പാർട്ട് 2 ആ ഒരു ഫോമാറ്റും അതിനകത്ത് പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും അനുസരിച്ചായിരിക്കണം അത് കാണിച്ചിരിക്കുന്നത്, അത് ഡിസ്ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ അസറ്റിന്റെ കേസിൽ അസറ്റ്സിൽ മറ്റൊരാൾക്ക് കമ്പനിയുടെ അസറ്റാണ്, കമ്പനിയുടെ ഗോഡൌണിൽ തന്നെ ഇരിക്കുകയാണ്, പക്ഷെ മറ്റൊരാൾക്ക് അതിന്റെ മേളിൽ നല്ലൊരു അധികാരം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചാർജ് ഉണ്ടെങ്കിൽ അതും സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. ബിക്കോസ് ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഹിറ്റ് ദാറ്റ് ബെൽ ഐക്കൺ ടു. ടിൽ നെക്സ്റ്റ് ടൈം, ബൈ, ടേക്ക് കെയർ.